നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 15, 2025 ചൊവ്വ. ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ രാത്രിയിൽ റഷ്യക്കെതിരെ പുതിയ അനൗൺസ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ക്വിക്കായിട്ട് ഇന്നലത്തെ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ തുടർച്ചയായി 4-ാം ദിനത്തിലും നിഫ്റ്റി നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിലും IT സ്റ്റോക്കുകളിലും വന്ന ഫോൾ തന്നെയാണ് കാരണം. അത് മാത്രമല്ല, ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നതും നിക്ഷേപകരുടെ ഇടയിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അത് നമ്മുടെ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനും കാരണമാക്കുന്നുണ്ട്. ഇന്നലെ ലോക്കലായിട്ട് 2 ഡേറ്റകൾക്ക് വേണ്ടിയിട്ടുള്ള മീറ്റിംഗിലായിരുന്നു നമ്മുടെ മാർക്കറ്റ്. ഒന്ന് WPI, അത് ഇന്നലെ നമ്മുടെ മാർക്കറ്റ് ടൈമിൽ തന്നെ റിലീസ് ചെയ്യുകയുണ്ടായി. നല്ല ഡേറ്റ തന്നെയാണ് WPI വന്നത്. തൽഫലമായിട്ടാണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റിനെ ഒരു പരിധി വരെ വലിയ വീഴ്ചയിൽ നിന്നും പിടിച്ചു നിർത്തുകയുണ്ടായി. ഇന്നലെ നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം CPI ഇൻഫ്ലേഷൻ ഡാറ്റ റിലീസ് ചെയ്യുകയുണ്ടായി. കഴിഞ്ഞ മാസം 2.82% ഫോർകാസ്റ്റ് ചെയ്തിരുന്നത് 2.5%. എക്സ്പെക്ടേഷനെയൊക്കെ മറികടന്നുകൊണ്ട് 2.10 എന്ന നിരയിലേക്ക് താഴുകയുണ്ടായി CPI ഇൻഫ്ലേഷൻ. സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാര്യങ്ങളും പോസിറ്റീവ് തന്നെയാണ്. CPI ഡാറ്റയുടെ റിസൾട്ടും ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിൽ പ്രതിഫലിക്കുവാൻ സാധ്യതകൾ ഏറെയാണ്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1614 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് ക്യാഷ് മാർക്കറ്റിൽ നടത്തിയത്. തത്സമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1787.68 കോടി രൂപയുടെ ബൈയിങ്ങും നടത്തി. സ്പെസിഫിക് ആയിട്ട് ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റി 25,000 എന്ന ലെവല് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ 25,100, 25,200 എന്ന ലെവലുകളിലേക്ക് നിഫ്റ്റിക്ക് എത്തിച്ചേരാമെന്നും, അതേസമയം 25,000 എന്ന ലെവലിന് താഴേക്ക് നിഫ്റ്റി ഫോൾ ആവുകയാണെങ്കിൽ 24,900 നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആയിരിക്കും. 24,800 എന്ന ലെവല് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ക്രൂഷ്യൽ ആയിരിക്കും. അവിടെ നിന്നും ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെട്ടേക്കാമെന്നും പറയപ്പെടുന്നു. ഇതൊക്കെ അനലിസ്റ്റുകളുടെ അഭിപ്രായങ്ങളാണ്. ഇത് മാർക്കറ്റാണ്. കാര്യങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറി മറിയാം. നിലവിൽ നമ്മുടെ മാർക്കറ്റിലെ സെന്റിമെന്റ്സ് ന്യൂട്രൽ ആയിട്ട് തന്നെ തുടരുന്നു. എങ്കിലും തുടർച്ചയായി 4 ട്രേഡിംഗ് സെക്ഷനിലും നിഫ്റ്റിയിൽ സെല്ലിംഗ് പ്രഷർ ആണ് അനുഭവപ്പെടുന്നത്. നിഫ്റ്റി നിലവില് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസിന്റെ, അതായത് 10 ഡേ 20 ഡേ മൂവിംഗ് ആവറേജസിന്റെ താഴെയായിട്ടാണ് വ്യാപാരം നടത്തുന്നത്. എന്തായാലും 25,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലിയും ടെക്നിക്കലിയും ഒക്കെ ക്രൂഷ്യലായ ഒരു ലെവൽ തന്നെയാണ്. ഇന്നലെ നമ്മൾ കണ്ടു നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടായെങ്കിൽ കൂടിയും 25,001 എന്ന ലെവലിൽ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നത്. സോ ഇന്ന് നിഫ്റ്റി 25,000 സപ്പോർട്ട് എടുക്കുമോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുമോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് Q1 റിസൾട്ടുകൾ പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ HDFC ലൈഫ് ഇൻഷുറൻസ്, HDB ഫിനാൻഷ്യൽ സർവീസസ്, ICICI ലംബോർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി, AWL അഗ്രി ബിസിനസ്, ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ്, GM ബ്രൂവറീസ്, ഹാത്വേ കേബിൾസ് ആൻഡ് ഡാറ്റാകോം, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ജസ്റ്റ് ഡയൽ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, നെറ്റ്വർക്ക് 18 തുടങ്ങിയ കമ്പനികളാണ്. ട്രംപിന്റെ ഭാഗത്തു നിന്നും പുതിയൊരു ഭീഷണി റഷ്യക്കെതിരെയും റഷ്യയുമായിട്ട് സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും വരുന്നുണ്ട്. റഷ്യ 50 ദിവസത്തിനുള്ളിൽ, അതായത് ഇന്നലെ തുടങ്ങി 50 ദിവസത്തിനുള്ളിൽ ഉക്രൈനെതിരായിട്ടുള്ള യുദ്ധം നിർത്തിയില്ലെങ്കിൽ റഷ്യക്കും റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്കെതിരെയും എത്ര ശതമാനമാണെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ കൂടിയിട്ടും വൻതോതിലുള്ള അഡീഷണൽ ട്രേഡ് താരിഫ് ഏർപ്പെടുത്തും എന്നുമുള്ള പ്രഖ്യാപനമാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ പ്രഖ്യാപനത്തിന്റെ ഇമ്പാക്ട് ഇന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതായിട്ട് ഉണ്ട്. പ്രത്യേകിച്ച് ഏഷ്യൻ മാർക്കറ്റ്സിനെയും ഇന്ത്യൻ മാർക്കറ്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇന്ത്യയുടെ ക്രൂഡ് ഓയിലിന്റെ ഇമ്പോർട്ടില് ഇപ്പോൾ റഷ്യ ഏതാനും വർഷങ്ങളായിട്ട് റഷ്യയിൽ നിന്നുമാണ് 40% ഇമ്പോർട്ട് നടത്തുന്നത്. ലീഡിംഗ് ADR സ്റ്റോക്സില് ഡോക്ടർ റെഡ്ഡീസ് ADR ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സും നഷ്ടത്തോടു കൂടി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കൂട്ടത്തിൽ HDFC ബാങ്ക്, ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ ADR സ്റ്റോക്സ് ആണ് ഏറ്റവും വലിയ നഷ്ടം നേരിടുകയുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റില് നിക്ഷേപകരുടെ ഇടയിൽ പുതിയ താരിഫ് നയങ്ങളുമായി ബന്ധപ്പെട്ട
കാര്യങ്ങള് ഡൈജസ്റ്റ് ആയെന്നാണ് ഇന്നലത്തെ മാർക്കറ്റിലെ ട്രെൻഡ് സൂചന നൽകുന്നത്. തൽഫലമായി തന്നെ S&P 500ഉം നാസ്ഡാക്ക് ഒക്കെ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. നിലവിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 34 പോയിന്റുകളുടെ നഷ്ടത്തിൽ വ്യാപാരം തുടരുന്നു. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേട്ടത്തോടു കൂടിയിട്ടും ഫ്രാൻസ്, ജർമ്മൻ മാർക്കറ്റുകൾ നഷ്ടത്തോടു കൂടിയും വ്യാപാരം അവസാനിപ്പിക്കുക ഉണ്ടായി. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഇന്ന് നമ്മുടെ മാർക്കറ്റില് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി പോസിറ്റീവായ ഒരു ഓപ്പണിംഗ് എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിച്ചേക്കാം. നിലവിൽ ജപ്പാൻ മാർക്കറ്റും കൊറിയൻ മാർക്കറ്റും ഓപ്പൺ ആണ്. ജപ്പാൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ടും കൊറിയൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവായിട്ടും വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ ഒക്കെ വിലയിൽ ഇടിവുണ്ടായി. തത്സമയം ഗോൾഡിൽ നേരിയ ഉയർച്ച കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഒത്തിരി ഏറെ ഗ്ലോബൽ ഇവന്റ്സുകൾ ഉണ്ട്. രാവിലെ നമ്മുടെ മാർക്കറ്റ് തുറക്കുന്നതിന് മുന്നേ ആയിട്ട് 6 മണിക്ക് ഓസ്ട്രേലിയയിൽ നിന്നും കൺസ്യൂമർ കോൺഫിഡൻസ് ഡാറ്റ ജൂലൈയിലെ വരുന്നുണ്ട്. 7:30 ചൈനയിൽ നിന്നും GDP ഗ്രോത്ത് റേറ്റും റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയൊക്കെ ജൂൺ മാസത്തെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30 ജർമ്മനിയിൽ നിന്നും ഇക്കണോമിക് സെന്റിമെന്റ്സ് ഡാറ്റ ജൂലൈയിൽ പുറത്തു വരുന്നുണ്ട്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇന്ന് നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 6 മണിയോട് കൂടിയിട്ട് വിവിധ തരത്തിലുള്ള ഇൻഫ്ലേഷൻ ഡാറ്റകൾ US നിന്നും കാനഡയിൽ നിന്നും വരുന്നുണ്ട്. സോ ഇന്നത്തെ ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവർ പ്രത്യേകം ഈ ഗ്ലോബൽ ഇവന്റ്സുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.54 ആയിട്ട് അൾട്രാ ബെയറിഷ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 25,150 എന്ന ലെവലിലും. നിഫ്റ്റിയില് നിലവിൽ കാണുന്ന ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രഷർ തന്നെയാണ്. നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സില് ബെയറിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ സൈഡിലേക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. തത്സമയം 25,100 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. 24,900 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.81 ആയിട്ട് നിലനിൽക്കുന്നു. മാക്സ് പെയിൻ 56,800 എന്ന നിലയിലും. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 56,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് തുടരുന്നത്. 59,000 എന്ന സ്ട്രൈക്കിൽ കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് നടന്നിരിക്കുന്നു. 56,700 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് സൈഡിലേക്ക് റൈറ്റിംഗ് ദൃശ്യമാകുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. HCL ടെക്നോളജീസ് Q1 റിസൾട്ട് ആണ്. എല്ലാ റിസൾട്ടുകളും പറയുന്നത് ഇയർ ഓൺ ഇയറിലാണ്, Q1 ബേസ്ഡ് ആയിട്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് 9.7% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 4,257 കോടി രൂപയിൽ നിന്നും 3,843 കോടി രൂപയിലേക്ക് ചുരുങ്ങി. റവന്യൂ 8.2% ഉയർച്ചയും രേഖപ്പെടുത്തി. ടാറ്റ ടെക്നോളജീസ് കമ്പനിയുടെ ലാഭം 162 കോടി രൂപയിൽ നിന്നും 170.3 കോടി രൂപയായിട്ട് ഉയർന്നു. 5.1% ഉയർച്ച രേഖപ്പെടുത്തി. റവന്യൂ 2% ഇടിവും നേരിടുകയുണ്ടായി. റാലീസ് ഇന്ത്യ കമ്പനിയുടെ ലാഭം 48 കോടി രൂപയിൽ നിന്നും 95 കോടി രൂപയിലേക്ക് ഉയർന്ന് 98% വളർച്ച രേഖപ്പെടുത്തി. റവന്യൂ 22.2% ഉയർച്ചയും രേഖപ്പെടുത്തി. കാസ്ട്രോൾ ഇന്ത്യ കമ്പനിക്ക് ടാക്സുമായി ബന്ധപ്പെട്ട് 4,131 കോടി രൂപയുടെ കേസ് ഉണ്ടായിരുന്നു. കേസ് കമ്പനിക്ക് അനുകൂലമായി വന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഹഡ്കോ 65,000 കോടി രൂപ ഫണ്ട് റേസിംഗ് ബോൺസോ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സോ വഴി റേസ് ചെയ്യുവാനുള്ള അനുമതി ബോർഡിന്റെ ഭാഗത്തു നിന്നും ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. ACC ജൂലൈ 24 ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് Q1 റിസൾട്ടിന്റെ അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ട്. LIC ആർ ദൊരൈസ്വാമി LICയുടെ പുതിയ CEO ആൻഡ് MD ആയിട്ട് അപ്പോയിന്റ് ആയി എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.